നമസ്കാരം. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 2023 തന്നെ തുടങ്ങി വെച്ചതായുള്ള പല കർമ്മമണ്ഡലങ്ങളിലും, പ്രത്യേകിച്ചും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉള്ള ഒരു പ്രചരണ രീതികൾ അവലംബിക്കുകയെന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രമാനുഗതമായുള്ള പുരോഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ 2024 ആദ്യത്തെ പകുതി വരെ സ്വല്പം കൂടി പണം മുതൽ മുടക്കി വിപുലീകരിക്കാനുള്ളൊരു അവസരം ഉണ്ടാകുന്നത് ഒരുപക്ഷെ വിദേശ ബന്ധമുള്ള കർമ്മമണ്ഡലങ്ങളോട് ലയിപ്പിച്ചുകൊണ്ട് ചെയ്യാനൊരു അവസരം ഉണ്ടാകുന്നതും ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗം കാണുന്നത്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. 2023 സെപ്റ്റംബറിൽ പൂർത്തീകരിച്ചതായിട്ടുള്ള പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് പലപ്പോഴും 2023 കഴിവോളം നല്ല ജോലി കിട്ടിയിരുന്നില്ല. എന്നാൽ ഏപ്രിൽ മാസത്തോടുകൂടി തൃപ്തികരമായിട്ടുള്ളൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ഒരുപക്ഷെ വികസിത രാഷ്ട്രത്തിലായിരിക്കാം, ഒരു പഠിച്ച രാഷ്ട്രത്തിലല്ലാണ്ട് മറ്റൊരു രാഷ്ട്രത്തിലായിരിക്കാം. എന്തായാലും ഇനി കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ, പ്രത്യേകിച്ച് അച്ഛനമ്മമാരെ, പ്രായാധിക്യമുള്ളവരെ ഒരുമിച്ച് താമസിപ്പിക്കാം എന്ന സങ്കല്പത്തോടുകൂടി വിഭാവനം ചെയ്യുവാനൊരവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വരാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ ഏപ്രിൽ മെയ് മാസത്തോടുകൂടി ജന്മനാട്ടിൽ വന്നു പോകാനും പ്രായാധിക്യമുള്ളവരെ കാണുവാനും സ്വല്പം സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചും കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താലും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കോ സർവാത്മന സഹകരിക്കുവാനോ ഒരു സംഘടന നടത്തുന്ന പ്രസ്ഥാനത്തിൽ പങ്കുചേരുവാനോ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും 2024 പൂർത്തീകരിക്കുന്ന, 2024 ഒടുവിലോ 2025 പകുതിക്കുള്ളിലോ പൂർത്തീകരിക്കുന്ന പല കരാർ ജോലികൾ വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും പുതിയതായിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെതായിട്ടുള്ള കരാർ ജോലികൾ പരമാവധി ഒഴിവാക്കുകയും ലാഭശതമാനം സ്വല്പം കുറഞ്ഞാലും പേര് കേട്ട സ്ഥാപനത്തിൻ്റെ കരാർ ജോലികൾ ഏറ്റെടുക്കുന്നതും ഗുണകരമായി തീരുവാനും, അല്ലാത്ത പക്ഷം പണം നഷ്ടപ്പെടാനും പണം ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യുക്തിക്ക് നിരക്കാത്ത പല സാഹചര്യങ്ങളായതുകൊണ്ട് ഒരു പക്ഷെ ജോലി രാജിവെച്ചാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകും. എന്നാൽ കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താലും ഭാവിയിലേക്ക് ഈ ഒരു തത്തുല്യമായുള്ളൊരു ജോലി ഉടനെ തന്നെ ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും 2025 മെയ് മാസം വരെയും നിലവിലുള്ളത് തുടർന്നും കൊണ്ട് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഒരുപക്ഷെ കുടുംബാംഗങ്ങളോടൊപ്പം സ്ഥിരമായിട്ട് താമസിക്കാൻ സാധിച്ചില്ല എന്ന് വരാം. ആഴ്ചയിലൊരിക്കൽ പോയി താമസിക്കാനോ മാസത്തിലൊരിക്കൽ കുടുംബത്തിൽ വന്ന് ചേരുവാൻ തക്കവണ്ണമായിരിക്കാം. ജോലിയിലുള്ളവർക്ക് പലപ്പോഴും ചുമതലകളും അധ്വാനഭാരവും അധികാര പരിധിയും വർദ്ധിക്കും. എന്നാൽ തസ്തികയ്ക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല. സാമ്പത്തികമായിട്ടും പുരോഗതി കുറയുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാവാനിടയുള്ളത്. പല പ്രകാരത്തിലും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. അസുഖങ്ങൾ വന്നു ചേരുകയും അസുഖങ്ങൾക്ക് ചികിത്സകൾ നടത്തി താൽക്കാലികമായിട്ടുള്ള ശമനം വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും മറ്റ് ഇതരമായിട്ടുള്ള ചികിത്സാ രീതികളിൽ അസുഖത്തിൻ്റെ കാരണത്തിന് വേണ്ടി ചികിത്സിക്കുകയും ദേഹചര്യയിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ളൊരു മാനസികമായി തയ്യാറെടുപ്പ് നടത്തുകയും അതിനുവേണ്ടി തയ്യാറാകുന്നത് ഗുണകരമായി തീരുവാനും ഒരു പരിധിവരെ വന്നു ചേരുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കുവാനും സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരുമെങ്കിൽ പോലും വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ചിലതെല്ലാം ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്.
മക്കളുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ചിലർക്കൊക്കെ തന്നെ അത്ര തന്നെ വേണ്ട, ഭൂമി ഭാഗം വയ്ക്കേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിലും ചിലരുടെ നിർബന്ധപ്രകാരം ഭൂമി ഭാഗം വയ്ക്കുവാനും എല്ലാവർക്കും വീതിച്ചു നൽകുവാനും അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അതിരു കടന്ന ആത്മവിശ്വാസമാവുന്നതും ഒഴിവാക്കണം, അഥവാ അന്ധവിശ്വാസം ഒഴിവാക്കി എല്ലാ കാര്യങ്ങളിലും നന്മയും വിശ്വാസവും പ്രവൃത്തി ഗുണവും കണ്ടുകൊണ്ട് ഏറ്റെടുക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കുന്നതുമാണ്. അസാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും ഏറ്റെടുക്കും, എന്നാൽ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനാണ് യോഗം കാണുന്നത്. പല കാര്യങ്ങളിലും നിയമനിർവഹണത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരുപക്ഷെ നിയമപാലകരുടെ സഹായം വേണ്ടി വരുവാനും സാധ്യതയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസയാത്രകൾ ഓണക്കാലത്തിനോടനുബന്ധമായാലും ഡിസംബർ മാസത്തിലാണെങ്കിലും യാത്രകളൊക്കെ പോവാം. ചിലർക്കൊക്കെ അതിന് തടസ്സങ്ങൾ വരും, കുടുംബത്തിലെ സാഹചര്യങ്ങളായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഒരു മിതത്വമായിട്ടുള്ള സമീപനം, ക്ഷമ, ആത്മസംയമനം എന്നിവ വേണം. പ്രത്യേകിച്ചും അമിത വേഗതയിലുള്ള വാഹന ഉപയോഗവും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചിട്ടുള്ള വാഹന ഉപയോഗമൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥയ്ക്ക് നിൽക്കുക, കൂട്ടുകാരുമായി കച്ചവടം നടത്തുക എന്നിവയൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇതിനു പുറമെ സ്വന്തം നിലയിൽ ചെയ്തു വരുന്ന പല കർമ്മമണ്ഡലങ്ങളും കീഴ് ജീവനക്കാരെയോ മറ്റു വേണ്ടപ്പെട്ടവരെയോ ഏൽപ്പിക്കുന്ന പക്ഷം പരാജയം ഉണ്ടാകുവാനാണ് യോഗം കാണുന്നത്. പ്രായാധിക്യം കണക്കിലെടുത്തുകൊണ്ട് ഇനി മക്കളോടൊപ്പം താമസിക്കാൻ സ്വയമേവ തയ്യാറാകുവാനും ഇതിൻ്റെ വെളിച്ചത്തിൽ അറിവുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് കുടുംബത്തിൽ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ഒരു നേരം പോക്ക് എന്ന നിലയിൽ പ്രവർത്തിക്കാനും അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുന്നത് വഴി മാനസികമായുള്ള സമ്മർദ്ദത്തിന് കുറവ് തോന്നുവാൻ സാധ്യതയുണ്ട്. മോഹന വാഗ്ദാനങ്ങളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. വിദേശ ഉദ്യോഗം കണക്കിലെടുത്തുകൊണ്ടും മനസ്സിൽ വിചാരിച്ചുകൊണ്ടും പല വിദ്യാർത്ഥികളും വിദേശത്തേക്ക് പോകാൻ പരിശ്രമിക്കുകയും എന്നാൽ മെയ് മാസത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് സഫലമാകുവാനും അതിനുവേണ്ടി വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന പക്ഷം ബാങ്കിൽ നിന്നും അത് വായ്പ കിട്ടിയിട്ട് വിദേശത്തേക്ക് പോകാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കുടുംബാംഗങ്ങളുടെ നിർബന്ധം പലപ്പോഴും ഉണ്ടാകുമെങ്കിൽ പോലും ആത്മാർത്ഥ സുഹൃത്തിൻ്റെ പരിശ്രമവും ഇതിന് ഈ ഒരു വിദേശ ഉപരിപഠനത്തിനാണെങ്കിലും വിദേശത്ത് സ്ഥിരതാമസമാക്കുവാൻ ഒരു അപേക്ഷകൾ നൽകുവാനാണെങ്കിലും അനുകൂലമായിട്ട് നിർദ്ദേശം സ്വീകരിക്കുവാൻ ഇടയുണ്ട്. നിർത്തിവെച്ച പല കർമ്മ പദ്ധതികളും പുനരുദ്ധരീകരിക്കണോ, ആദ്യം തുടങ്ങി വയ്ക്കണമോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഇനി തുടങ്ങി വെച്ചാൽ കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റത്തെ ഉൾക്കൊണ്ട് തുടങ്ങി വെച്ചാൽ നേട്ടം വളരെ കുറയും. അതുപോലെ തന്നെ ആ ദേശത്തിനനുസരിച്ച പ്രവർത്തന മണ്ഡലങ്ങളല്ലാത്തതുകൊണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുകയും സ്വല്പമൊക്കെ സമ്പാദ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്, നാട്ടിലും സമ്പാദ്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഇനി ജന്മനാട്ടിൽ വന്ന് ജോലി ഇനിയും അവിടെ ചെയ്യാം, ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ഇനി ജന്മനാട്ടിൽ സ്ഥിരതാമസമാക്കുക എന്ന സങ്കല്പത്തോടുകൂടി ജന്മനാട്ടിൽ വന്ന് വ്യാപാര വിപണന വിതരണ മേഖലകൾ തുടങ്ങിയാലോ എന്ന് പലപ്പോഴും തോന്നും. എന്നാൽ ആ നാട്ടിന് അനുയോജ്യമായതും സാഹചര്യങ്ങളുണ്ടോ എന്ന് അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ. അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. 3-4 മാസം കൂടുമ്പോൾ സാംക്രമിക രോഗങ്ങളോ അല്ലെങ്കിൽ പല പ്രകാരത്തിലും അസുഖങ്ങളോ അസ്വാസ്ഥ്യങ്ങളോ ഒക്കെ വന്നു ചേരും. പലപ്പോഴും പരിശോധനകളൊന്നും കൃത്യമല്ലാത്തത് കൊണ്ട് അമിതമായുള്ള മരുന്നുകളെ കൊണ്ട് മറ്റ് ചില അസുഖങ്ങൾക്ക് കാരണമാകുവാനും ഇടയുണ്ട്. അന്തിമമായിട്ട് ഇനി മുതൽ ഇതരമായിട്ടുള്ള ചികിത്സാ രീതികളും ഭക്ഷണ ക്രമീകരണങ്ങളും വ്യായാമത്തിൻ്റെ പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും അതൊരു
ജീവിതചര്യയുടെ ഭാഗമാക്കി തീർക്കുവാനും ഇതിനെല്ലാം ഉപരിയായിട്ട് ഈശ്വര ആരാധനകളും നടത്തിക്കൊണ്ട് സമീപനം സ്വീകരിക്കുന്ന പക്ഷം, അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുക, മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ ഏറെക്കുറെ അനുസരിക്കുക, ഇങ്ങനെ എല്ലാത്തിലും നന്മ കണ്ടെത്തിക്കൊണ്ട് സ്വീകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു ഗുണദോഷ മിശ്രമായുള്ളൊരു ഫലമാണ് ഈ ഒരു വർഷം ഉണ്ടാവുക. എന്നിരുന്നാൽ പോലും ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വിശകലനം ചെയ്തും വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തിയും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അന്തിമമായിട്ട് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ഇതിന് എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാനുള്ളൊരു ക്ഷമയും ആത്മസംയമനവും ഉണ്ടെങ്കിൽ മാത്രമേ ചില കാര്യങ്ങളിൽ സഹിഷ്ണുതയും ഉണ്ടാകുവാനും ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയതായിട്ടുള്ള ഭരണ സംവിധാനവും പുതിയതായിട്ടുള്ള പ്രചരണ രീതികളും അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഏറ്റവും നേട്ടത്തോടുകൂടി പ്രയത്നിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നതിൽ വളരെയധികം നേട്ടമുണ്ടാകും. സ്വന്തം നിലയിൽ പണം മുതൽ മുടക്കിയിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിന്നും ആവുന്നത് പിന്മാറുന്നത് നന്നായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് സുഹൃത്തിന് കടം കൊടുത്തതായിട്ടുള്ള സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും എല്ലാ പ്രകാരത്തിലും സ്വീകരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. ഇതാണ് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2024 ആണ്ടിലെ ഫലങ്ങൾ. നമസ്കാരം.